അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു, ഒരുപാട് ബ്രാൻഡുകൾ നിലവിലുണ്ട്. ആ നിലവിലുള്ള ബ്രാൻഡുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അത് ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ എങ്ങനെ എടുക്കാന്നുള്ളത്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു 6 സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. 6 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, 6 ഐഡന്റിറ്റിയാണ്. അതായത് ഹായ്, എല്ലാവർക്കും ഡീറ്റെയിലിംഗ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഡൗട്ട്സുകളാണ് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും എനിക്കൊരു ടച്ച് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്, അതന്നെയാണ് ഞാൻ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇതാണ്: കുറെ കോമ്പൗണ്ട്സുകൾ കാണുന്നുണ്ടല്ലോ പല കമ്പനികളുടെ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പുകൾ. അതായത് തോന്നണം നമ്മള് കോമ്പൗണ്ട്സുകൾ, അതായത് പോളിഷിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയും, അബ്രസീവ് കോമ്പൗണ്ട്സ് എന്ന് പറയും, അതുപോലത്തെ കോമ്പൗണ്ട്സുകൾ എങ്ങനെയാണ് ഏത് സ്റ്റെപ്പിനാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ചോദ്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് കുറച്ച് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പോളിഷിംഗ് എന്ന് പറയും അല്ലെ, ബഫിംഗ് എന്ന് പറയും, പോളിഷിംഗ് എന്ന് പറയും. അപ്പൊ എന്താണ് ബഫിംഗ്, എന്താണ് പോളിഷിംഗ്, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ബഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെവൽ ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ സാൻഡിങ് ചെയ്യുന്ന, അതിന് ഇംപെർഫെക്ഷനെ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ബഫ് ചെയ്യുക, അതുപോലെ സാൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണതിനാണ് ബഫിംഗ് എന്ന് പറയുന്നത്. പോളിഷിംഗ് എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിനൊന്ന് ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് വേർഡാണ്. പലരും കേൾക്കാറുണ്ട് ബഫിങ്ങും പോളിഷിംഗും എന്ന് പറയുന്ന സാധനം കൺഫ്യൂഷൻ വരാറുണ്ട്, ചിലപ്പോൾ ഒരേപോലെ തന്നെ പറയാറുണ്ട്. രണ്ടാണ്. അപ്പൊ നമ്മളൊരു പോളിഷിംഗിന്റെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ഒരു പോളിഷിംഗിന്റെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സാധാരണ 3 സ്റ്റെപ്പാണ് എല്ലാവരും ചെയ്യുക. ഒന്ന് ഫസ്റ്റത്തെ സ്റ്റെപ്പിന് പറയുന്നതാണ് ലെവലിംഗ് എന്ന് പറയും, കോമ്പൗണ്ടിങ്, ലെവലിംഗ്, ബഫിംഗ് എന്നൊക്കെ പറയും. കട്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളിഷിംഗ് എന്നാണ് പറയുക, അതായത് അവിടെ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത്, അതിനെ ഗ്ലോസി ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കട്ടിങ്ങും ഗ്ലോസും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻ ആണ്. അവിടെ ഗ്ലോസ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യണതിനാണ് ഗ്ലോസ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഫൈൻ എന്ന് പറയാം, ഫൈനൽ സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഗ്ലോസ് സ്റ്റെപ്പ്, ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു 3 സ്റ്റെപ്പിലേക്ക് നമുക്ക് ഏജന്റുകൾ യൂസ് ചെയ്യും. അതായത് അതിനെ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട്, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏജന്റ്. അതിൽ ഒന്നാമത്തെ ഏജന്റ് ആണ് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൈക്ക് പകരം എന്ത് മെഷീനറി വന്നു, റോട്ടറി മെഷീൻ, അതുപോലെ തന്നെ DI മെഷീൻ, ഗിയർ ഡ്രൈവിംഗ് മെഷീൻ, ഓർബിറ്റൽ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഷീനറി ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മെഷീനറിയുടെ ഒരു ജനറേഷനും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ അത് നോക്കാം. അപ്പൊ മെഷീനറി ഒരു ഏജന്റാണ്. അതുപോലെ തന്നെ ഈ ഏജന്റിലേക്ക് ഒരു ലിക്വിഡ് പോലത്തെ ഒരു സംഭവം ഇല്ലേ, ഒരു ബോട്ടിൽ നിന്ന് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്യാറുണ്ട്. ഇതിന് പറയുന്നതാണ് പോളിഷിംഗ് അബ്രസീവ്, ലിക്വിഡ് അബ്രസീവ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, അതായത് പണ്ട് നമ്മൾ തരികൾ, അതായത് സാൻഡിങ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്, വെറ്റ് സാൻഡ്, ഡ്രൈ സാൻഡ് കേൾക്കാം, അതിൽ ആ സാൻഡിങ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാൻഡിങ് തരികളെ, അലുമിനിയം ഓക്സൈഡ് ആ തരികൾ നേരെ കുപ്പിയുടെ ഉള്ളിലേക്കാക്കി ലിക്വിഡ് രൂപത്തിലാക്കിയതാണ് ലിക്വിഡ് അബ്രസീവ്. അപ്പൊ ആ കുപ്പിയുടെ ഉള്ളിലിരിക്കുന്ന എന്താണ്, ഇതുപോലത്തെ തരികളാണ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജന്റാണ്. മൂന്നാമത്തെ ഏജന്റാണ് പാഡ്. ഈ 3 ഏജന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു പോളിഷിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കട്ടിംഗ് പ്രോസസ്സ് ക്ലിയറിനെ എല്ലാ ഇംപെർഫെക്ഷൻ ആയതില്ല, അല്ലെങ്കിൽ സ്ക്രാച്ചസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്ലോസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു, ഒരുപാട് ബ്രാൻഡുകൾ നിലവിലുണ്ട്. ആ നിലവിലുള്ള ബ്രാൻഡുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അത് ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ എങ്ങനെ എടുക്കാന്നുള്ളത്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു 6 സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. 6 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, 6 ഐഡന്റിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന 6 ഐഡന്റിറ്റി. എങ്ങനെ നിലവിലിങ്ങനെ കുറെ ബ്രാൻഡുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അത്രയും ബ്രാൻഡുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആ ബ്രാൻഡിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പല സ്റ്റിക്കറുകൾ, പല ഡിസൈനുകൾ, പല പേര്, പല മോഡൽ, ഇതൊക്കെ നിങ്ങൾ കാണാം. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ബോട്ടിലുമേ അവരെ ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് സ്റ്റെപ്പിനാണെങ്കിലും. അല്ലെ നമുക്ക് മനസ്സിലാവില്ല, ഏതെങ്കിലും സ്റ്റെപ്പ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യും, നമ്മുടെ ടൈം അതുപോലെ തന്നെ സാധനമൊക്കെ വേസ്റ്റ് ആവും. അപ്പോ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, ഈ 6 ഐഡന്റിറ്റി നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ഐഡന്റിറ്റി ആണ് നമ്പർ ഐഡന്റിറ്റി.
എന്താണ് നമ്പർ ഐഡന്റിറ്റി? ഏത് സ്റ്റെപ്പിന്റെ ആണെന്നില്ല നമ്പർ കൊടുത്തിട്ടുണ്ടാവും. 1, 2, 3 കണ്ടോ? അത് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ഐഡന്റിറ്റി ആണ് നെയിം ഐഡന്റിറ്റി. അതും ഇതുപോലെ പേര് എഴുതിയിട്ടുണ്ടാവും. ഒന്ന് കോമ്പൗണ്ട് എന്നോ പോളിഷ് എന്നോ ഫൈൻ എന്നോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. സൂപ്പർ കട്ട് എന്നോ ഹെവി കട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ മൂന്നാമത്തെ ഒരു ഐഡന്റിറ്റിയാണ് സീരീസ് ഐഡന്റിറ്റി. അതായത് ചിലപ്പോൾ ഡിസൈനിൽ എന്തായിരിക്കും, ഇതൊന്നും ഉണ്ടാവില്ല, എന്ത് മാത്രമായിരിക്കും, അതായത് സീരീസ് ഐഡന്റിറ്റി ആണ്. അതായത് ABC, F1, F2, F3, G1, G2, G3 ഇതുപോലത്തെ ഒരു സീരീസ് ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അത് നോക്കുക, അതുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും G2 ആണെങ്കിൽ സെക്കൻഡ്, G3 ആണെങ്കിൽ തേർഡ്. മനസ്സിലായില്ലേ? ഫോർത്ത് ഐഡന്റിറ്റി. ഈ ഫോർത്ത് ഐഡന്റിറ്റി ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡന്റിറ്റി. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്. ഇത് ആ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഒന്ന്, കട്ട് എത്ര ക്ലോസ് എത്ര എന്നുള്ളതാണ് ഐഡന്റിറ്റി സിമ്പിൾ ആയിട്ട് കാണിക്കുക. ഗ്രാഫ് പോലെ 10 മാർക്കിലൊക്കെ ആവും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുക. 1 മുതൽ 10 വരെ എത്ര കട്ട് ഉണ്ട്, ക്ലോസ് ഉണ്ടെന്നില്ല. എപ്പോഴും കട്ട് മേലെ ഉണ്ടാവും, താഴെ ക്ലോസ് ഉണ്ടാവും. അപ്പൊ നോക്കുക കട്ട് ലെവൽ എത്ര ഉണ്ട്, ക്ലോസ് ലെവൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിന് എന്ത് വേണം, കട്ട് കൂടുതൽ വേണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിൽ എടുത്തിട്ട് നോക്കുക, ഇതുപോലെ നോക്കുക. നിങ്ങൾ മേലെ കണ്ടില്ലേ, ഇതുപോലെ കട്ട് എത്ര കൂടുതലുണ്ട്, ക്ലോസ് എത്ര ഉണ്ട്. കട്ട് കൂടുതലാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഇത് വേണം, കട്ടും ക്ലോസും വേണം അല്ലെ നമുക്ക്. അതുപോലെ തന്നെ ഫൈനൽ സ്റ്റെപ്പ് ആണെങ്കിൽ എത്ര വേണം, അതായത് ഫൈൻ എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. അവിടെ കട്ട് കുറവ് വേണം, ക്ലോസ് കൂടുതൽ വേണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്ന് നോക്കി വെക്കാം. കണ്ടില്ലേ? ഇതേപോലെ അടുത്തൊരു ഐഡന്റിറ്റി. ഇതൊന്നില്ല, ഇനി വേറെ എന്താ നോക്കുക, ഇതൊന്നില്ലെങ്കിൽ എന്താ പി ഐഡന്റിറ്റി നോക്കുക. പി ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ പേപ്പർ ഐഡന്റിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു സാൻഡിങ് പേപ്പറിന്റെ ലിക്വിഡ് പോലത്തെ സാധനമാക്കിയതാണ് ഏത്, ഈ അബ്രസീവ് എന്ന് പറയുന്നത്. ലിക്വിഡ് അബ്രസീവ് അലുമിനിയം ഓക്സൈഡ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ഒരു പി നമുക്ക് സാധാരണ 1000 മുതലാണ് ഡീറ്റെയിലേഴ്സ് യൂസ് ചെയ്യണ പി വേണ്ടത്. 1000 ടു അപ് ടു മേലക്ക് കയറി വരും. 3000, 6000 വരെയൊക്കെ ഉണ്ട് ഫൈനിലേക്ക് വരും. 1000 താഴേക്ക് വരുന്നതോറും പെയിന്റ് ഷോപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുക. 60 മുതൽ പി ഏകദേശം 1000 വരെയൊക്കെ പെയിന്റ് ഷോപ്പേഴ്സ് പല അതിന്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. കുട്ടികൾക്ക് എന്നൊക്കെ പറയില്ല, അതിന്റെ ഫ്രെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ പല സ്റ്റെപ്പിന് പല പേപ്പർ യൂസ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1000 മുതലായിരിക്കും നോർമലി. 2000 ഒക്കെ ഏകദേശം നമുക്ക് പോളിഷിംഗ് ലെവലിൽ വരും. 3000 ഒക്കെ ഏകദേശം ഫൈൻ ലെവലിൽ വരും. അപ് ടു കൂടുതലുണ്ട്. ഈ 1000 താഴേക്ക് വരുമ്പോൾ സൂപ്പർ കട്ട്, ഹെവി കട്ട് ആ ലെവലിൽ വരും. അപ്പൊ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു കട്ട് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിന്റെ ഗ്ലോസ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതൊന്നുമില്ല, ഒരു ഫ്ലഡ് വന്ന് വെള്ളത്തിൽ ഒഴുകിപ്പോയി. അല്ല, വെള്ളത്തിൽ ഒഴുകിപ്പോയില്ല, വെള്ളം എന്ത് പോയി, സ്റ്റിക്കർ ഒഴുകിപ്പോയി. ഇതിന്റെ ആ സ്റ്റിക്കർ പോയി ഇതൊരു വൈറ്റ് കളറായി, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ മാത്രമായി. ഇനി എങ്ങനെ അറിയാം? ടച്ച് ഐഡന്റിറ്റി. നമ്മൾ മൂന്ന് ടച്ച് ചെയ്ത് നോക്കി എടുത്തിട്ട് അതിലേറ്റവും ഫൈൻ ആയിട്ടുള്ളത് ലാസ്റ്റ് ആയിരിക്കും. ഒരു ഇത്തിരി ഗ്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. നല്ലൊരു ഗ്രിപ്പൊക്കെ തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും, ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? അതന്നെ, അതായത് കട്ടിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും സിമ്പിൾ സ്റ്റെപ്പ് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ലോകത്തെ ഏത് ബ്രാൻഡ് ഉണ്ടായിക്കോട്ടെ, എത്ര ബ്രാൻഡ് ഇറങ്ങിക്കോട്ടെ, ഒരു പ്രശ്നം വിചാരിക്കണം, എത്ര ഡിസൈനിൽ ഇറങ്ങിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും തെറ്റില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യും. ഏത് സ്റ്റെപ്പാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ അസുഖത്തിന് ആദ്യം മരുന്ന് കൊടുക്കും. അപ്പൊ പാനലൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഏതാണോ ബെസ്റ്റ്, ഏത് ഭാഗത്താണോ കംപ്ലൈന്റ് അവിടെ ആദ്യത്തെ അതൊന്ന് ശരിയാക്കിയിട്ട് ഏത് സ്റ്റെപ്പിൻ്റെതാണോ അവിടെ ആവശ്യമില്ല അത് മാത്രം ചെയ്യാം. എപ്പോൾ എന്ത് ചെയ്യരുത്, എല്ലാ വണ്ടി വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സംഭവമല്ല ശരിക്കും. നല്ലൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് കാര്യം മറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ക്ലിയറിനെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാണ്ട് കട്ട് ചെയ്യാണ്ട് ആവശ്യമുള്ളടത്ത് മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആക്കി ഗ്ലോസി ആക്കി കൊണ്ടുവരുന്നതാണ് നല്ലൊരു ഡീറ്റെയിൽ. ഇപ്പൊ നിങ്ങൾ നല്ലൊരു ഡീറ്റെയിലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി പ്രാക്ടിക്കൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ഡീറ്റെയിൽ അക്കാദമിക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലും നല്ല ഐഡിയസ് ചിലപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എനിക്കും കുറച്ച് പഠിക്കണത്. ഓക്കെ, അപ്പൊ താങ്ക് യു. നല്ലൊരു അറിവായിരിക്കും വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അയക്കുക, താഴെ കമന്റിൽ അയക്കുക. സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ നല്ല ആൻസർ ആയിട്ട് ഞാൻ വരാം. എന്റെ പേര് ഷമീം, ഡീറ്റെയിൽ അക്കാദമിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. താങ്ക് യു.